അപ്പോൾ ഈ ഹൃദയവേദന കൊണ്ട് അവൻ എന്ത് വേണം? അപ്പോൾ പറയുന്നു പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി ഭാർഗവനെ പറ്റി അന്വേഷിച്ചപ്പോൾ, ഭാർഗവൻ്റെ ജീവിതത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ കല്യാണിയുടെ ഫസ്റ്റ് പ്രസവത്തോടാണ് കല്യാണിയുടെ മരണം. ആ കുട്ടിയില്ല. ആ ഒരു വേദനയെ രണ്ടാമത് അനാഥാലയത്തിൽ നിന്ന് അച്ഛനോട് അനുവാദത്തോടെ എടുത്തു വളർത്തുന്ന കുട്ടി. അച്ഛൻ ക്ലൈമാക്സിൽ വന്ന കാര്യം പറയുകയാണ്. എൻ്റെ അടുത്ത് വന്ന കഥകൾ ചോദിച്ചപ്പോൾ പറഞ്ഞ കഥകൾ ഇതറിഞ്ഞവൻ ഹൃദയം പൊട്ടി നിൽക്കുന്ന അവൻ്റെ ഭാര്യയെ ചെകിട്ടത്തടിക്കുന്നു. അവിടെ അടിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ അത്രയ്ക്ക് അല്ലയോ പൊട്ടിച്ചോട്ടെ. അതിനുശേഷം ഒരു ഇങ്ങനെ പറയണോ, എനിക്ക് നിങ്ങളെ വിട്ട് ജീവിക്കാൻ പറ്റില്ല, നിങ്ങളെല്ലാം എല്ലാത്തിനും ക്ഷമിക്കണമെന്ന് പറയും മാപ്പ് പറയട്ടെ അല്ലേ? അല്ല, അങ്ങനെയല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചിരുന്നാൽ ഇവർ തമ്മിൽ പിരിയാൻ ആയിട്ട് മകൻ പറയുക, എനിക്ക് നീയുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല, ഡൈവോഴ്സ് എന്ന് പറയാൻ നേരത്ത് ഈ ഭാർഗവൻ പറയുക, അല്ല മോനെ, ബന്ധങ്ങൾക്ക് വലിയ വിലയുണ്ട്, നിങ്ങൾ ഒരുമിച്ച് കഴിയേണ്ടവരാ. അവളുടെ ഒരു ചെറുപ്പം കൊണ്ട് അവളിങ്ങനെ അവിവേകം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് ബന്ധം വഴിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ കൈ പിടിച്ച് ചേർക്കുക. അപ്പൊ പള്ളിയിൽ അച്ഛനും ഒക്കെ ഇരുന്നുണ്ട്. പള്ളി വിഷയമില്ലയോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് പറയാം, എന്നാ നിങ്ങൾ മഴ വരുന്നതിന് മുമ്പ് ഇറങ്ങിക്കൊള്ളാൻ പറയുമ്പോൾ ഇനിയില്ല, ഇനി അമ്മ ഇറങ്ങണം മണ്ണിൽ, ഇവിടെ അച്ഛനും വിട്ട് ഞങ്ങളുടെ പേരക്കിടാവും പിള്ളേരും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു മേളവ, ഇനി ഇവിടെയാണ് താമസം എന്ന് പറയുന്നു. അങ്ങനെ ശുഭപരമായിട്ട് നിൽക്കും നമ്മുടെ കഥാകൃത്ത് വരുന്നത്. അങ്ങനെ എൻ്റെ കഥയിലെ അവസാനത്തെ പേജ് ഞാൻ എഴുതി, ഭാർഗവന്റെ നൊമ്പരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഭാർഗവന്റെ നൊമ്പരങ്ങൾ എന്നാണ് പടത്തിന്റെ പേര്. നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ജോണിച്ചൻ്റെ അടുത്ത് എനിക്കൊന്ന് പറയണം. പിന്നെ ഈ അഡ്വാൻസ് ക്യാഷാ കേട്ടോ എല്ലാവർക്കും അതിനനുസരിച്ച്. പിന്നെ വേറെ ആരുണ്ട് ഇതിനകത്ത്, ഞാനൊരു പിശുക്കനല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഒന്നിലും കുറയ്ക്കണ്ട കേട്ടോ, ഒന്നിലും കുറയ്ക്കണ്ട. പക്ഷെ എന്നെ വായിക്കാനും പാടില്ല. അത് ജോണിച്ചൻ്റെ പറച്ചില്ല. പിന്നെ വായിക്കാൻ കഥ ഇഷ്ടപ്പെട്ടു. ഇതേപോലെ പിന്നെ വേറെ എല്ലാവരും ഒന്ന് ബഡ്ജറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും മനസ്സുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഭ്രൂണിച്ചതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ വൗച്ചർ എടുക്കണം. നമുക്ക് അവിടെ പേയ്മെന്റ് കൊടുക്കേണ്ടവരെ ഓരോരുത്തരായിട്ട് വിളിച്ചാൽ കുറച്ച് പൈസ അയക്കണം. അതെ ജോണിച്ച, ഞാൻ ജോണിച്ചന്റെ അനുവാദത്തോടെ എല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കാണ്. അല്ല, വൗച്ചറൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചോളാം. ഓ ആയിക്കോട്ടെ, ശരി. അപ്പോ ഡിക്രൂ സാറിന് കൊടുത്ത് തന്നെ തുടങ്ങാം. വൗച്ചർ ഒപ്പിട്ട് തരണേ. 100 രൂപ. കാതരൻ സാറേ, അഡ്വാൻസ്. ഭാർഗവന്റെ നൊമ്പരം. അതെ, അഡ്വാൻസ്. വൗച്ചർ ഒപ്പിട്ട് തരണേ. വൗച്ചർ ഒപ്പിട്ട് തരണേ. അത് കൈ നീട്ടമായിരിക്കും, പുറകെ വരുമായിരിക്കും. എന്താ സംഭവം? ആദ്യം നമുക്കൊരു 100 രൂപ ചെന്നിട്ട് അല്ല, ജോണിച്ചൻ പറഞ്ഞു ഈ റെമ്യൂണറേഷന്റെ അഡ്വാൻസ് 100 രൂപയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൽ കുറച്ച് എങ്ങനെയാ തരുന്നത്? എസ്റ്റേറ്റ് ഒക്കെ വിട്ടിട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. എന്നാ എസ്റ്റേറ്റാ? 7 സെന്റ് റബ്ബർ തോട്ടം, അതിനകത്ത് 8 മൂട് റബ്ബറുണ്ട്. അത് വിറ്റു. എത്ര കിട്ടുമെന്ന് ഒരു അറിയാമല്ലോ. 75,000 രൂപ കിട്ടി. അതിൽ ഒരു 5,000 രൂപ എനിക്ക് വേണം. ബാക്കി ഒരു 70,000 രൂപ മുടക്കാം. 70,000 രൂപ കൊണ്ടാണ് അസുഖം പിടിക്കാൻ വന്നേക്കുന്നത്. ഷോർട്ട് ഫിലിം പോലും പിടിക്കാൻ പറ്റത്തില്ലല്ലോ.